എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുസുധിയുടെ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുഹൃത്തുക്കളെ. ഈ തവണ രേണുസുധി അല്ല നമ്മുടെ താരം, രേണുസുധിയുടെ വാലായിട്ടുള്ള സജീന വ്ലോഗ്സ് ആണ് നമ്മുടെ താരം. ഈ വാലെന്ന് ഞാൻ അഭിസംബോധന ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതൊരു പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുടെ കുറച്ച് ചില്ലറകളും ഉണ്ട്. ഈ ചില്ലറകളിൽ പെട്ട ഒരാളാണ് ഈ സജീന വ്ലോഗ്സ്. ഈ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ രേണു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, പുള്ളിക്കാരി വെളുപ്പിക്കുന്നു, രേണു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, പുള്ളിക്കാരി വെളുപ്പിക്കുന്നു. അങ്ങനെ വെളുപ്പിച്ച് കുമ്മായത്തിന്റെ ഹോൾസെയിൽ ഡീലിംഗ് ആണ് ഈ പുള്ളിക്കാരി ഇപ്പൊ പണി. ഇപ്പൊ വെളുപ്പിച്ച് പുള്ളിക്കാരി പറയുന്ന സാധനം, രേണുവിന് സ്ഥലം കൊടുത്ത അച്ഛനുണ്ടല്ലോ, മറ്റേ ബിഷപ്പിന്റെ കീഴിൽ ഒരു സാധനം നമ്മുടെ ഇരിപ്പുണ്ട്, ഒരു വോയിസ് നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മളിത് അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ, ബിഷപ്പ് തീർന്ന്, ബിഷപ്പ് അങ്ങനെ ഈ ഒരു സെറ്റപ്പാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോയിസ്. അപ്പൊ ഇതും ഈ ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അത് കൂടുതൽ ആഴപ്പിച്ചിട്ടുള്ള ഇനി നമുക്ക് വീഡിയോ ഇട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് സജീനയ്ക്ക് പറയാനുള്ള കേൾക്കാം. സജീന, വെൽക്കം ടു ദ ഫ്ലോർ. ബിഷപ്പ് വന്ന് ഏതാണ്ട് ഒരു 2-3 കമന്റ് ഇട്ട്, ഈ കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ബിഷപ്പിന്റെ ഏതൊരു കമന്റ് ചെന്നാലും അപ്പോൾ തന്നെ ആ വീടിന്റെ കാര്യം എടുത്തിടും. ആ വീടിന്റെ കാര്യം എടുത്തിരുന്ന കൂട്ടത്തിൽ എന്നെയും വരാം. പിന്നെ അങ്ങനെയല്ലയോ, അങ്ങേര് കൊടുത്ത സ്ഥലത്ത് നട്ടു വളർത്തിയ വീട്, അങ്ങേരെ കുറിച്ച് കുറ്റം പറയുമ്പോ അങ്ങേര് വന്നിടുന്നൊരു കമന്റ്, അത് പിന്നെ അപ്പൊ എങ്ങനെയാ വരുന്നത്? പിന്നെ പുള്ളി വന്ന് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ പുള്ളി കൊടുത്ത വീടിന്, പുള്ളി കൊടുത്ത സ്ഥലത്ത് വെച്ച വീടില് പുള്ളീനെ കുറ്റം പറയുമ്പോ പുള്ളി വന്ന് മറ്റേ ബൈബിളിലെ സങ്കീർത്തനത്തിലെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? എന്തരാണോ എന്റെ പേരും പറയും. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ഇത് കണ്ടത് കൊണ്ട് മാത്രമാണ് അന്ന് തന്നെ ഞാനൊരു ലൈവ് പോയത്. അത് കഴിഞ്ഞിട്ട് ലൈവ് തീരുന്നതിന് മുമ്പേ പറഞ്ഞു, എന്തായാലും ഇപ്പൊ രേണുസുധിയെ കൊണ്ടു നടന്ന് അവിടെ പവാട നോക്കി അവളെ പുറകിൽ മണപ്പിച്ച് നടന്ന് സജീന ഇപ്പൊ ഏതാണ്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അങ്ങോട്ട് മുഖം കാണിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്റ്റേറ്റ്മെന്റ്. അത് ഇഷ്ടപ്പെടത്തില്ലോ, അതങ്ങനെ ഇഷ്ടപ്പെടും. നമ്മൾ രേണുസുധിക്ക് മേൾ പോപ്പുലർ അല്ലേ, അതെങ്ങനെ ഇഷ്ടപ്പെടും? ഈ 1 വീതം 3 നേരം യൂട്യൂബിൽ വീഡിയോ ഇട്ട് രേണുസുധി കാണിക്കുന്ന അപരാധങ്ങളൊക്കെ വെളുപ്പിക്കാൻ നടക്കുമ്പോൾ ചിന്തിച്ചോണം, അവർക്കാണ് നിങ്ങളെക്കാട്ടിൽ ഫെയിം ഉള്ളത്. അപ്പൊ നിങ്ങൾ അവരുടെ വാലാന്ന് തന്നെ പറയും, നിങ്ങൾ അവരുടെ പാവാട തന്നെ പറയും ആൾക്കാര്. അതിനെ തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിന്ന് നിങ്ങളുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കണമായിരുന്നു. അതുണ്ടാക്കാതെ ഞാൻ രേണുവിനെ വെളുപ്പിക്കാൻ പോവാണേ, രേണു മദ്യപിച്ചിട്ടില്ലേ, രേണു വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ, രേണു അങ്ങോട്ട് നോക്കിയിട്ടില്ലേ, എടി ബീവി നീ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ PR വർക്ക്, അവരെ വെളുപ്പിക്കുന്ന ആയി നാട്ടുകാര് മുദ്ര കുത്തപ്പെടും. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ വെളുപ്പിക്കാൻ പോകരുതായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തൊട്ട് പറ, രേണു ചെയ്യുന്നൊക്കെ നല്ല സാധനമാണോ? നിങ്ങൾ ഇരുന്ന് വെളുപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാനുഷിക വികാരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും രേണു ചെയ്യുന്ന കറക്റ്റ് സാധനമാണോ? സ്ഥലം കൊടുത്ത അച്ഛനെ ഇപ്പം മൊച്ചം കുറ്റം പറയുന്നു. വീട് വെച്ചു കൊടുത്ത ഫിറോസിക്ക ടക്ക കുറ്റം പറയുന്നു. അത് ഈ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാം കുറ്റം പറയുന്നു. ബിഗ് ബോസിനെ കൂടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശുഭം സൂപ്പർ. മറ്റേ താജു എന്ന് പറഞ്ഞ് സഹായിച്ചാള് അങ്ങനെ കുറ്റം പറഞ്ഞു. എല്ലാരും കുറ്റം പറയാണ്. നാളെ നിങ്ങളെയും പണയും. അപ്പൊ നിങ്ങളിരുന്ന് പോകും. അത്രയ്ക്ക് ഗതികെട്ട് ഞാൻ നടക്കുന്നില്ല. ഒരു ചാൻസിന് വേണ്ടിയിട്ട് രേണുസുധിയുടെ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടില്ല. ആ ഒരു നാണം കെട്ട പരിപാടി ഞാൻ ചെയ്യില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഹെർട്ടായി. നമ്മളൊരെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഹെർട്ടാവുന്ന പോലെ തന്നെയാണ് നമുക്ക് ഒരെണ്ണം കിട്ടുമ്പോൾ നമുക്ക് ഹെർട്ടാവും. ചെയ്യാത്ത കാര്യം, നമ്മൾ ആഗ്രഹിക്കാത്തോ നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേട് തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ അതിനെതിരെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ അന്നേരം തന്നെ ഞാൻ ലൈവിൽ പോയി. ഇപ്പോൾ ശരിയാ, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. ബിഷപ്പ് പിന്നെ വന്നിരുന്ന എല്ലാവരുടെയും വീഡിയോയുടെ താഴെ ചെന്ന് ബിഷപ്പ് കമന്റ് ഇടും. ഇപ്പൊ ചോദിക്കുന്നത് ബിഷപ്പിന് കമന്റ് ഇട്ടൂടെ, ബിഷപ്പിന് എന്താ വിലക്കുണ്ടോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിലക്കൊന്നും അല്ല പറഞ്ഞത്. ബിഷപ്പിന്റെ കമന്റ് വന്നാൽ അവിടെ രേണുവും സജീനയും വരും, വീടും വരും. ഇത് പിന്നെ അങ്ങേര് കൊടുത്ത വീട്ടിനകത്ത് സ്ഥലം വെച്ചിട്ട് അങ്ങേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങേര് പോയി കമന്റ് ഇട്ട് ഇതാക്കാതെ പുള്ളിക്കാരനെ എടുത്തിട്ട് താലോലിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്നേ. അതൊരു നമുക്കാര് എന്തും പറയാം, നമ്മളെ ആരും ഒന്നും പണയാൻ പാടില്ല. അത് ശരിയായ ഒരു നടപടിയില്ല. അങ്ങനെ പറയരുതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി മാന്യം മര്യാദയ്ക്കുള്ള സാധനം കേട്ട് മുമ്പോട്ട് പോകണമായിരുന്നു. നമുക്ക് സജീനയ്ക്ക് പറയാനുള്ളത് ബാക്കി കേട്ടു തുടങ്ങാം. പിന്നെ നല്ല സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ 2 സ്വഭാവം ഉൾട്ട കാണിക്കുന്ന കണക്ക് തിരിയുന്ന സ്വഭാവം സജീനയ്ക്കില്ല. പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചന്ന് ഇന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പിക്കാമോ? അതായത് പറഞ്ഞത് ഉൾട്ട പറയുന്ന സ്വഭാവം ഇല്ല, അന്ന് ഒരേ സ്റ്റാൻഡാണ് സജീനയ്ക്കില്ല. നമുക്ക് ഉറപ്പിക്കാമോ സാധനം? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഉൾട്ട അടിക്കുന്ന ഒരു ടീം വേറെ ഇല്ല. പിന്നെ ഉള്ള ഒരാൾ രേണുവാണെന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങൾ അടിച്ചൊരു ഉൾട്ട ഞാൻ കാണിച്ചു തരാം. രേണുസുധി തന്നെ അവൾ മദ്യപിക്കും, ആദ്യം ഇത് എന്ന് പറയുമ്പോൾ എനിക്കേറെ പറയാൻ പറ്റുമോ? ഇല്ല, രേണുസുധി അങ്ങനെ ചെയ്യത്തില്ല, രേണുസുധി നിഷ്കളങ്കത എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു കാര്യം വേറൊരാൾ വന്നിട്ട് ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊന്ന്
രേണുസുതി ഇടയ്ക്ക് ഓൺലൈൻ മീഡിയസ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാജിക് മൂമെന്റ്സിനായിട്ടൊന്ന് പരാമർശിച്ചു. പുള്ളിക്കാരി അടിക്കുന്ന ബ്രാൻഡ് മാജിക് മൂമെന്റ്സ്, അതാ ഇഷ്ടം എന്നൊരു സാധനം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സജീന ഒരു വീഡിയോ ഇട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇമാതിരി ഊള കേസൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇതിപ്പോ പറയേണ്ടതായി വന്നു. അപ്പോ ഇവര് അതിന് ന്യായീകരണമായിട്ട് വന്ന, നിങ്ങൾ മണ്ടന്മാരാണോ, നിങ്ങൾ പൊട്ടന്മാരാണോ, അത് പറഞ്ഞ ഉടനെ വിശ്വസിക്കാൻ, എത്ര പോപ്പുലർ ആയിരിക്കുന്ന ഇത് പറയുമോ മാജിക് മൂമെന്റ്സ് മദ്യപിക്കും എന്നുള്ളതും. പുള്ളിക്കാരി കുടിക്കാറില്ല എന്നൊരു ധ്വനിയുമായിട്ട് പുള്ളിക്കാരി വന്നിരുന്നു. ഇപ്പൊ പറയുന്നത് അത് അങ്ങനെയല്ല, ഞാൻ മറ്റേ രേണു കുടിച്ചില്ല എന്ന് പറയുന്നതിന്, കുടിച്ചു എന്ന് പറയുന്നതിന് ഞാൻ വന്നെങ്ങനെ കുടിച്ചില്ല എന്ന് പറയണമെന്ന്. നിങ്ങള് രേണു കുടിച്ചില്ല എന്ന് പറയുന്ന വീഡിയോ എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചിരുന്നല്ല, കഴിച്ചിട്ടാണ് റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമില്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ പ്രമോഷൻ അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചു അങ്ങനെ ഒരു സംഭവമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പൊ അവള് എന്ന് പറഞ്ഞപ്പോ അതങ്ങ് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് നിങ്ങൾ. ആ നേരെ പോട്ട്. ഇപ്പൊ ഞാനൊരു നെഗറ്റീവ്, അതായത് ഈ സോഷ്യൽ മീഡിയ അവള് വെള്ളം അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവള് വെള്ളം അടിച്ചില്ല എന്നല്ലേ? അങ്ങനെയല്ലേ അതിന്റെ മീനിങ്? അങ്ങനെയല്ലേ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്? അപ്പോ അവര് വെള്ളം അടിച്ചില്ല എന്ന് വിശ്വസിച്ച മന്ദബുദ്ധിയാണല്ലേ നിങ്ങള്. ഇപ്പൊ ബുദ്ധി വെച്ചു, ഇപ്പൊ മനസ്സിലായ. ഇപ്പൊ പറയുന്നത് അവര് വെള്ളം അടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ മാറ്റി പറയണമെന്ന്? നിങ്ങൾ തന്നെയല്ലേ മാറ്റി പറഞ്ഞേ. ഈ സജീന വ്ളോഗ്സ് അല്ലേ നിങ്ങള് ആദ്യം ഒന്ന് പണഞ്ഞ്, പിന്നെ അത് മാറ്റി പണഞ്ഞ്, അത് ഓക്കെ, അതുവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങൾ മാറ്റി പറയല്, രണ്ട് വള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വള്ളം രണ്ട് ദിശയിലേക്ക് പോകുമ്പോ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്ന് പറഞ്ഞിരുന്ന് താളം വിടാൻ കൊള്ളാമോ? നമുക്കൊരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ മാറ്റി പറയുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്നിട്ട് ബാക്കിയുള്ളവനെ കണ പറയാൻ നിൽക്കില്ലേ. നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെ എപ്പോഴും അതിലും കാണുന്ന എല്ലാവരും പറഞ്ഞു 24 hours ഞാൻ രേണുസുതിയുടെ കൂടെ നടക്കുന്നത്. നിങ്ങൾ അഫ്കോഴ്സ് 24 hours രേണുസുതിയുടെ കൂടെ, 24 hours ഉണ്ടോ എന്ന് അറിയത്തില്ല, ഏതായാലും കുറെ സമയം രേണുസുതിയുടെ കൂടെ ഉണ്ട്. ആരും പറഞ്ഞു 24 hours ഞാൻ രേണുസുതിയുടെ കൂടെ നടക്കുന്നത്. നിങ്ങൾ എവിടെ കാണുന്നുണ്ട് രേണുസുതിയുടെ കൂടെ ഞാൻ നടക്കുന്നത്? ഏതെങ്കിലും ഒരു മീഡിയയിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? നിങ്ങളല്ലേ രേണുസുതിയുടെ കൂടെ നടന്നുകൊണ്ടിരുന്ന അന്നേരം? നീ നമ്മുടെയൊക്കെ കണ്ണടിച്ചു പോയതാണോ? നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മൊത്തം രേണുസുതിയാണ്. രേണുസുതിയുടെ കൂടെ നിൽക്കുന്നു, രേണുസുതി ഇല്ലാതെ രേണുസുതി എന്നെ ന്യായീകരിച്ച് പറയുന്നു, രേണുസുതി പോയി കഴിഞ്ഞിട്ട് രേണുസുതിനെ പറയുന്നു, കൂടെ ലൈവ് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു, ചീത്ത വിളിക്കുന്നു. അത് രേണുവിന്റെ കൂടെ നടക്കും. അത് എ ആയിരുന്നില്ലേ? ഒരു ഫാബ്രിക്കേറ്റഡ് എഐക്കും എന്നെ ആ സാധനം വരുന്നില്ലേ? അത് എ ആയിരുന്നു കേട്ടോ, അത് രേണുസുതിയുടെ കൂട്ടില്ല. ഞാൻ രേണുസുതിയുടെ കൂടെ ഇങ്ങനെ വാലാട്ടി മണപ്പിച്ച് നടക്കുന്നൊന്നും എവിടെയും ഇല്ല. അങ്ങനെ മണപ്പിച്ചും വാലാട്ടി നടന്നും രേണുസുതിയെ കൊണ്ട് റീച്ച് ഉണ്ടാക്കിയും രേണുസുതിയുടെ കൂടെ നടന്ന് എന്തെങ്കിലും ഒരു ചാൻസ് മേടിക്കാൻ ചെയ്യേണ്ടുന്ന ഗതികേട് എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശരിക്കും ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യണോ അതോ രേണുവിനെ പുച്ഛിക്കുവാണോ? രേണുവിന്റെ കൂടെ പുറകെ വാലാട്ടി നടന്ന് അവസരം മേടിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇതാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ രേണുവിനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചാണോ? നമ്മൾ രേണുവിന്റെ ഫ്രണ്ട്സ് ആണ്, രേണുവിനെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നിമറിയിരിക്കുന്ന സുഹൃത്തെ. നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കേണ്ടത്? അങ്ങനെ അല്ലായിരുന്നോ? അല്ല, അതല്ലായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഇതിപ്പോ ഒരുമാതിരി രേണുവിനെ ചെളിവാരി എറിഞ്ഞ പോലെ ആയി പോയല്ലോ ഇത്. പിന്നെ രേണുസുതിയായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞങ്ങൾ ലൈവിൽ വന്നിട്ടുണ്ട്, അല്ലാതെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാ. അത് എവിടെയാണെന്ന് മനസ്സിലായോ? ഞങ്ങൾ, അതായത് കമോൺ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതായത് ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവര് ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ച്, അറബി പടത്തിൽ അഭിനയിച്ച്, പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നതാണ് സാധനം. അതായത് ഞാൻ ഭയങ്കര കിടിലുമാണ്, ഞാൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, മനസ്സിലായോ? അല്ലാതെ രേണുവിന്റെ വാല പിടിച്ച് അവസരം മേടിക്കേണ്ട സാധനം എനിക്കില്ല. രേണു വേണമെങ്കിൽ എന്റെ അവസരം മേടിക്കട്ടെ, ഞാൻ വരുമ്പോഴത്തേനും കൈയടിക്കട്ടെ, ക്ലൈമാക്സ് മാറ്റി എഴുതൂ. ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. രേണുസുതിയേക്കാൾ പ്രമുഖയാണ് ഞാൻ, രേണുസുതിയേക്കാൾ അവസരമുള്ള ആളാണ് ഞാൻ, രേണുസുതിയേക്കാൾ സൂപ്പറാണ് ഞാൻ. അപ്പൊ എനിക്ക് രേണുവിന്റെ കീഴെ പോകേണ്ട സാധനമില്ല. ഇതാണ് അവര് പറഞ്ഞു വെച്ചതിന്റെ ധ്വനി. നമുക്ക് ബാക്കി കേൾക്കാം. അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ട് തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ലോഗം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ ഷെഫിനത്തൊക്കെ വേണ്ടി തന്നെയാണ് വോയിസ് ഇട്ടത്. ബിഷപ്പിന്റെ ഒരു ഓഡിയോ കയ്യിലിരിപ്പുണ്ട്. കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറെ ആൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന വോയിസ് റെക്കോർഡിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇവര് പറയുന്നത് ബിഷപ്പിന്റെ ഒരു വോയിസ് പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. ആ വോയിസിനകത്ത് കിടിലായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഷെഫീന ബീവിനെ തകർക്കുന്ന സാധനങ്ങളുണ്ട്. ബിഷപ്പിന്റെ ഡബിൾ സ്റ്റാൻഡ് പുറത്തു കൊണ്ടിരുന്ന സാധനമുണ്ട്. ഇതൊക്കെയാണ് ആ വോയിസിനകത്ത് പറയുന്നത്. ഇനി ഈ ബിഷപ്പ് ബിവി ഹിയറിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചല്ല, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബിഷപ്പ് എന്തരാണ് ഇവര് വിളിച്ച് സംസാരിച്ചത്, എന്തരാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടങ്ങളെല്ലാം സത്യം മാത്രം പറയുന്നതുകൊണ്ട്
അത് നമ്മൾ വിശ്വസിച്ച് സജീന വ്ളോഗ്സ് പറയുന്നതും രേണു പറയുന്നതൊക്കെ തൊടാതിറക്കി അത് കുറെ അന്തം കമ്മികളായിട്ടുള്ള ആളുകള് രേണു പറഞ്ഞ കറക്റ്റ് മിതമായ സ്ത്രീ കുടുംബം പോറ്റാനായിട്ട് ജീവിച്ചു പോകാനായിട്ട് ജസ്റ്റ് 2 മാജിക് മൊമെന്റ്സ് അടിക്കാൻ വേണ്ടിയിട്ട് എന്താ തെറ്റതില് ചോദിക്കുന്നവർക്ക് അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി നമ്മുടെ അച്ഛൻ പറയുന്ന വോയിസിലേക്ക് കേൾക്കാം, ബിഷപ്പ് പറയുന്ന വോയിസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. എങ്ങനെ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. സോ രേണുവിന്റെ കുടുംബം അങ്ങോട്ട് വിളിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ട്? അച്ഛനെ വിളിച്ച് സംസാരിക്കുക, 2 വോയിസ് ക്ലിപ്പ് എടുക്കുക, അടുത്ത കോൺട്രവേഴ്സി, അടുത്ത ആഴ്ച ഞാൻ തന്നെ സ്റ്റാർ, അതിനു വേണ്ടിയിട്ട്. സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ അടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാണ് പറഞ്ഞു. ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. രേണുവല്ല, രേണുവിന്റെ ചേച്ചിയാണ് സംസാരിച്ചത്. കാര്യം മനസ്സിലായോ? എന്താണ് സംസാരിച്ചത് നമുക്ക് കേട്ടോളാം. ഇവിടെ താമസിക്കുന്ന തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിളിച്ച് ചോദിച്ചെന്താ ഞങ്ങൾ അവിടെ താമസിക്കുന്നില്ല, അച്ഛൻ എന്തെങ്കിലും വിരോധമുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു വിരോധമില്ല. അതാണ് ഡബിൾ സ്റ്റാൻഡ്. അച്ഛൻ പറയുന്നു എന്റെ സ്ഥലം എന്ന്, പക്ഷെ അച്ഛൻ എന്റെ സ്ഥലത്ത് താമസിക്കുന്നോണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ഡബിൾ സ്റ്റാൻഡ്, നമ്മൾ സിംഗിൾ സ്റ്റാൻഡ്. എന്റെ പൊന്നു സജീന വ്ളോഗ്സെ, നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരികൾക്കും 8 കാലിക്കുള്ള അത്രയും അതിലധികം സ്റ്റാൻഡുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കാലുകൾ കൊണ്ട് സ്റ്റാൻഡ് ചെയ്യല്ലോ. അപ്പൊ 8 കാലിനൊക്കെ കൂടുതൽ സ്റ്റാൻഡാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളാണ് പറയണത്. എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവര് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് നമുക്കൊരു ചിന്ത ഉള്ളത് കൊണ്ട് പ്രതികരിക്കുന്നു. അല്ലാതെ ഇപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് ഈ ബിഷപ്പ് പറഞ്ഞിട്ട് യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതാണ്. ബിഷപ്പാണ് ഈ ചാനലുകളുടെ എല്ലാം അധിപതിയായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ സജീനയും രേണു ഒക്കെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീട് കൊടുത്തു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ വീട് വെക്കാൻ സ്ഥലം കൊടുത്തു എന്ന കാരണത്താൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദവും അപമാനവും ഉണ്ടല്ലോ, അത് നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഇവർക്ക് പിന്നെ ഒന്നും സീനില്ല. ഈ കേൾക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും രേണുവിന്റെ ഭാഗത്ത് തെറ്റാണെന്ന്. പക്ഷെ അണ്ടകമ്മികൾക്ക് മനസ്സിലാകത്തില്ല. അവരിപ്പോഴും രേണു ഭയങ്കര കിടിലമാണ്, സൂപ്പറാണ്, ഒരു മാജിക് മൊമെന്റ്സ് മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട വിധവാന്ന് ചിന്തിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവും ഇത് ആരുടെ പക്ഷത്താണ് ശരി. പക്ഷെ ഇത് രേണുവിനും അറിയാം ഞാൻ പറയുന്നത് തോന്നിയ ദിവസമാണ് തെണ്ടിത്തരമാണെന്ന്. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തായാലും രേണു ഫാൻസ് അസംബിൾ ഓൺ ദ കമന്റ് ബോക്സ്. അതേപോലെ രേണുവിന് ഈ വിഷയത്തിൽ രേണുവിന്റെ ഈ സജീനയുടെ അഭിപ്രായത്തിനെതിരെ പറയുന്നവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളിൽ രേഖപ്പെടുത്താൻ മറ്റൊരു